ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമൊക്കെ തന്നെ എല്ലാവർക്കും. പിന്നെ വേറെ വിശേഷമൊക്കെ എന്നാ ഉണ്ട്? ഇപ്പം ഭയങ്കര ഇപ്പം മഴ മാറി ഇപ്പം വെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നാളെ തൊട്ട് കണ്ടോണം ചതച്ചു കുത്തി മഴയായിരിക്കും. നാളെ കർക്കിടകം 1. കർക്കിടകം രാമായണ മാസമൊക്കെയാണ്. രാമായണ മാസം, കർക്കിടക മാസം ഒക്കെയാണ് പഞ്ഞക്കർക്കിടകം എന്നാണ് പഴയ കാർന്നോന്മാരൊക്കെ പറയുന്നത്. കർക്കിടകത്തിൽ ചതച്ചു കുത്തിയാണ് മഴ പെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഓണമായി. ഓണത്തിൻ്റെ ഓരോരോ പൂക്കളിടണം ഒക്കെ തെളിഞ്ഞ് 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 ആകാശമൊക്കെ തെളിഞ്ഞ് നല്ല തെളിമയായിട്ട് വരും. അത് പിന്നെ ഇങ്ങനെ കുറേ നാളത്തേക്ക് വെയിലില്ല, വെയിലാണ്, മഴയില്ല. ഇപ്പം എന്നാലും പറയോ ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ കിണറ്റിലും പറമ്പിലും ഒക്കെ വെള്ളമൊക്കെ വന്നേനെ, കണ്ടെത്തി വെള്ളം വന്നേനെ, വിതയ്ക്കുന്നിടത്തൊക്കെ. പണ്ടൊക്കെ അങ്ങനെ കാർന്നോന്മാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊള്ളുക. ഇനി ഒരു മാസവും കൂടിയേ ഉള്ളൂ ഓണം. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. നാനാജാതി മതസ്ഥരും ഓണം ആഘോഷിക്കുന്നുണ്ട്. മഹാബലി പാതാളത്തിൽ നിന്ന് വരുന്നെന്നാണ് സങ്കല്പം. മഹാബലിയെ മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിട്ട് ആണ്ടിലൊരു പ്രാവശ്യം തൻ്റെ പ്രജകളെ കാണാൻ വരുന്നെന്നാണ് സങ്കല്പം. മഹാബലി എല്ലാ കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. ഒരു ആൾക്കാരുടെ അല്ല, എല്ലാ ആൾക്കാർക്കും ഓണമുണ്ട്. ഓണം ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ ആഘോഷമാണ്. ഓണാഘോഷവും അതിന് പരിപാടികളും. അവിടെ വെച്ചാണ് ഞാൻ നമ്മുടെ ചിത്രച്ചേച്ചിയുടെ ഒരു പാട്ട് പാടിയ ഒരു പുള്ളിക്കാരനെ, പത്തനംതിട്ടക്കാരി, കണ്ടതേ. എന്ത് പരിപാടി, എല്ലാ ആളായിരുന്നു അന്ന് അവിടെ. എല്ലാം അറിയാമോ? ചന്ദ്രലേഖ ചേച്ചിയുടെ പാട്ട് ഞാൻ ലൈവായിട്ട് തൊട്ടടുത്ത് പോയി നിന്ന് കേട്ട്, ഈ സൈഡിൽ തന്നെ നിന്ന് പോയി കേട്ട്. പക്ഷെ അന്ന് വലിയ ഗ്ലാമറോ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല തുടങ്ങിയതല്ലേ. ഇപ്പം ചേച്ചിക്ക് നല്ല പാട്ടൊക്കെ ആയി, എല്ലാവരും ചേച്ചീനെ അറിഞ്ഞു. ഇപ്പോഴും അറിയുന്നുണ്ട് എല്ലാവരും. അതുകൊണ്ട് ആർക്കും ഒരു കാലമുണ്ട് എന്ന് ദൈവം തെളിയിക്കുന്നതാണ് അതൊക്കെ. എല്ലാവർക്കും ദൈവം ഓരോ കാലം വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. വയസ്സനാം കാലത്ത് വരുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് വയസ്സാകുന്നതിന് മുമ്പ് ചിലപ്പം ദൈവം തരും, വയസ്സായി കഴിഞ്ഞും തരും. ഓരോരുത്തർക്കൊക്കെ വയസ്സായി കഴിഞ്ഞല്ലേ ഇങ്ങനെ വെച്ചടി കയറ്റങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്മ ഉള്ള വഴിയേ നടക്കുക. മറ്റുള്ളവരോട് കുശുമ്പ് കൂടാതെയും മറ്റുള്ളവർക്ക് നന്മ വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നടക്കുക എന്നാണ് നമ്മുടെ പോളിസി. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മളെ തന്നെ മറക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മൾ വന്ന വഴി എന്താണ് എന്നെല്ലാം ആലോചിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. നമ്മൾ ആരാണ് നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെ പേടിക്കാനാണ്? നമുക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഉടയതമ്പുരാനെയും നമ്മുടെ അച്ഛനമ്മമാരെയും പേടിച്ചാൽ മതി. മറ്റുള്ളവരെ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? നമുക്ക് നേരെ വാ നേരെ പോ എന്നുള്ള ആ പോളിസി വേണം. അല്ലാതെ കുറുക്കു വഴി കൂടെ നമ്മൾ കുറ്റം പറയാനും മറ്റുള്ളവരെ പരിഹസിക്കാനും ഒന്നും ഞാൻ ബാധ്യസ്ഥനല്ല. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനും പോകുന്നില്ല, കുറവ് പറയാനും പോകുന്നില്ല. എനിക്ക് കുറവുകൾ ഒത്തിരി ഉണ്ട്. അപ്പം പിന്നെ നമ്മളെന്തിനാ മറ്റുള്ളവരെ കുറ്റവും കുറവും കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നത്?
എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും എല്ലാവർക്കും നന്മകൾ വരണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. അതിൽ കുറച്ച് പേരെ നമ്മൾ അങ്ങനെ ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ട് കുശുമ്പും കുന്നായ്മയും പറത്തിയൊക്കെ മാറ്റി വച്ചിട്ട് ഇനിയുള്ള കാലം നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് നടക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഓണമൊക്കെ വരവായി, മാവേലീനെ വരവേക്കാൻ എല്ലാവരും ഒരുങ്ങിയിരിക്കുക, അത്തപ്പൂ ഇടുക, എല്ലാം നമ്മൾ ചെയ്യുക. അത്തപ്പൂവൊക്കെ നമ്മളിട്ട് നല്ല ഓരോ ദിവസം വർണ്ണം നല്ല നല്ല പൂക്കൾ കൊണ്ട് അത്തപ്പൂവൊക്കെ ഇടണം. പണ്ട് കാലത്തൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എൻ്റെ വല്യമ്മ, എൻ്റെ അച്ഛൻ്റെ അമ്മ ഇങ്ങനെ പൂക്കളമൊക്കെ ഇട്ട് ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ തൃക്കാക്കര അപ്പനെ വരവേറ്റതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഓണത്തിൻ്റെ ഇപ്പോഴേ അഡ്വാൻസായിട്ട് ഓരോ ഓണാശംസകൾ ഞാൻ നേർന്നുകൊണ്ട്, നാളെ കർക്കിടകം 1 എല്ലാവരും നല്ല രീതിയിൽ ഒക്കെ പ്രാർത്ഥിക്കുക. ഇനിയുള്ള ഒരു വർഷം നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോടും യേശുദേവനോടും അള്ളാഹുവിനോടും ഒക്കെ പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാകാതെ എല്ലാവരോടും നന്മകൾ മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇനി ഈ ഒരു വർഷം നമ്മൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ സംസാരവും എളിയ ഭാഷയും ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അതുകൊണ്ട് എന്തെങ്കിലും അപരാധങ്ങളോ തെറ്റുകളോ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ക്ഷമയാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ആയുധം. ക്ഷമ, ഒരു മനുഷ്യനോട് ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ്. മനസ്സിലായല്ലോ? അല്ല പിന്നെ ആ ക്ഷമയില്ലാതെ നമ്മൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഒന്നും നടക്കത്തില്ല. അതിങ്ങനെ തുടർന്നേ പോകും. ക്ഷമിക്കുക. ക്ഷമയാണ് ആട്ടിൻ സൂപ്പിന് ഫലം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ക്ഷമ ആട്ടിൻ ആട്ടിൻ സൂപ്പിന് ഫലം ചെയ്യും എന്നാണ് ദൈവം, പഴമക്കാരും നമ്മൾ വിശ്വസിക്കുന്ന ദൈവമൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് പഴമക്കാരും അമ്മമാരും വല്യമ്മമാരും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രിയും എല്ലാം നേർന്നുകൊണ്ട് ഞാൻ ഈ എളിയവൻ്റെ ഈ സംസാരം ഇവിടെ നിർത്തുന്നു. ആർക്കെങ്കിലും ഉപദ്രവങ്ങളായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരോടെങ്കിലും പരിഭവമില്ലാത്ത രീതിയിലാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ആർക്കെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കുക, നേരിട്ട് ഫോൺ വിളിക്കുക, എല്ലാം പറയാം. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രിയും അഡ്വാൻസായിട്ട് കർക്കിടകവും നേർന്നുകൊണ്ട് എല്ലാവരോടും നന്ദിയും നമസ്കാരം.